സൂര്യ തേജസ്സോടെ യാത്ര ചെയ്യുന്ന വൈശ്രവണനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയ സുമാലി മകളായ കൈകസിയോട് ഇപ്രകാരം പറഞ്ഞു: വൈശ്രവണൻ്റെ പിതാവായ വിശ്രവസിനെ വരിക്കുക. വൈശ്രവണന് തുല്യരായ തേജോമയന്മാരായ പുത്രന്മാർ നിനക്കുണ്ടാവും. പിതാവിൻ്റെ വാക്കുകൾ കേട്ട് സന്താന ലബ്ധിക്കായി പുലസ്ത്യപുത്രനായ വിശ്രവസ് തപം ചെയ്യുന്ന വനത്തിൽ കൈകസി എത്തി. പക്ഷേ ആ എത്തിച്ചേർന്ന മുഹൂർത്തം വളരെ ഘോരമായ ഒന്നായിരുന്നു. ലാവണ്യവതിയായ കൈകസിയിൽ നിന്നും വിവരം ഗ്രഹിച്ച വിശ്രവസ് ഒരു നിമിഷം മൗനത്തിലാണ്ടു. എന്നിട്ട് പറഞ്ഞു: ഭദ്രേ, നീ നിൻ്റെ അഭിലാഷം പറഞ്ഞ മുഹൂർത്തം വളരെ ഘോരമായ ഒന്നാണ്. അതിനാൽ എന്നിൽ നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത് പക്ഷം അത് ഘോരരൂപികളായ മൂർത്തികളായിരിക്കും പരിണമിക്കുക. അതിനാൽ മടങ്ങിപ്പോകുന്നതാണ് ഉചിതം.